കുട്ടികളുടെ റേഡിയോ പരിപാടി. വെള്ളനാടിൻ കിലുക്കാൻ പെട്ടി, കുട്ടികളുടെ കിലുക്കാൻ പെട്ടി, ഞങ്ങളുടെ കിലുക്കാൻ പെട്ടി, റേഡിയോ കിലുക്കാൻ പെട്ടി. കിലുക്കാൻ പെട്ടി, കുട്ടികളുടെ റേഡിയോ പരിപാടി. ഹായ് കൂട്ടുകാരി, കിലുക്കാൻ പെട്ടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ സാബറ ഫാത്തിമ. വാനത്തിലേക്ക് നോക്കൂ, നാം ഒറ്റയ്ക്കല്ല. പ്രപഞ്ചം മുഴുവൻ നമ്മുടെ സൗഹൃദത്തിലാണ്. സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് അത് ഏറ്റവും മികച്ചത് നൽകുന്നു എന്ന് മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ശ്രീ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാകട്ടെ ഇന്നത്തെ പരിപാടികളുടെ തുടക്കം. എങ്കിലും ശുഭചിന്ത കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ലിയ അനി. വിശ്വസിച്ചാൽ നിശബ്ദതയെ പോലെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വിശ്വാസമില്ലെങ്കിൽ ഓരോ വാക്കും തെറ്റിദ്ധരിക്കപ്പെടും. വിശ്വാസം എന്നത് ബന്ധങ്ങളുടെ ആത്മാവാണ്. അത് തെളിയിക്കുവാനും നേടിയെടുക്കുവാനും ഒരു ജീവിതം തന്നെ മതിയാവില്ല. നാം ശ്വസിക്കുന്ന വായു മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ വിശ്വാസത്തിന്റെ പുറത്താണ് നയിക്കപ്പെടുന്നത്. നിസ്വാർത്ഥമായ പരമോന്നതമായ ആ വിശ്വാസം മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നേർവഴിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കൂട്ടുകാരി പറഞ്ഞത് കേട്ടില്ലേ? ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നതാണ്. എന്നാൽ അത് നഷ്ടപ്പെടുത്താൻ അല്പനിമിഷം മതി. അങ്ങനെയെങ്കിൽ ഇനിയൊരു കവിത കേട്ടാലോ? അവതരിപ്പിക്കുന്നു പ്രിയ കൂട്ടുകാരി ആവണി. തെറിക്കുന്ന ചിന്തകളിൽ എപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം. മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരുകിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരുമ്പേ പൊഴിയുന്നതലുള്ള പൂജയ്ക്കെടുക്കാത്ത പൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി വ്യർത്ഥവും നിൻ മുന്നിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോയിടും എൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ പുഞ്ചിരി മാത്രം മതി ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം. ആസ്വദിച്ചില്ല കൂട്ടുകാരി? ഇനിയൊരു കഥ കേട്ടാലോ? പൊങ്ങച്ചക്കാരൻ എന്ന കഥ അവതരിപ്പിക്കുന്ന പ്രിയ കൂട്ടുകാരി അനീറ്റ. കൂട്ടുകാരെ, ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പൊങ്ങച്ചക്കാരൻ. തടാകക്കരയിൽ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. അതിൽ അതിസുന്ദരനായ ഒരു മയിൽ താമസിച്ചിരുന്നു. മയിൽ എന്നും തടാകക്കരയിൽ ചെല്ലും. എന്നിട്ട് തന്റെ പീലുകൾ വിടർത്തി നിൽക്കും. തെളിഞ്ഞ വെള്ളത്തിൽ പ്രതിഫലിച്ചു കാണുന്ന തന്റെ രൂപം നോക്കി അവൻ അഭിമാനിക്കും. എല്ലാവരും തന്റെ സൗന്ദര്യത്തെ കുറിച്ച് ആരാധനയോടെ സംസാരിക്കണമെന്ന് മയിലിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആരെ കണ്ടാലും മയിൽ തന്റെ പീലികൾ വിടർത്തി കാട്ടി
താൻ അവരെക്കാൾ മികച്ചവനാണെന്ന് തീർക്കും. ഒരിക്കൽ തടാകക്കരയിൽ പുതിയൊരു അതിഥി വന്നു. ഒരു വെള്ള കൊക്കായിരുന്നു അത്. കൊക്കിനെ കണ്ടപ്പോൾ മയിലിന് താൻ അവരെക്കാൾ മികച്ചവനാണെന്ന് മോഹമുണ്ടായി. മീൻ പിടിക്കുകയായിരുന്ന കൊക്കിനെ മയിൽ ചെന്ന് പരിചയപ്പെട്ടു. സുഹൃത്തേ, ഞാൻ മയിൽ. നമുക്ക് നല്ല സുഹൃത്തുക്കളായി ഇവിടെ കഴിയാം. ഞാൻ കൊക്ക്. താങ്കളുടെ സന്മനസ്സിന് നന്ദി. കൊക്കിന് പുതിയൊരു സുഹൃത്തിനെ കിട്ടിയതിൽ സന്തോഷമുണ്ടായി. പക്ഷേ തുടർന്നുള്ള സംഭാഷണത്തിൽ മയിൽ കൊക്കിനെ കളിയാക്കാൻ തുടങ്ങി. നിങ്ങളുടെ തൂവലുകൾക്ക് വെറും വെളുത്ത നിറം മാത്രമാണല്ലോ ഉള്ളത്. എന്റെ തൂവലുകൾ പോലെ അത് തീരെ മനോഹരമല്ല, കഷ്ടം തന്നെ, മയിൽ പറഞ്ഞു. കൊക്കിന് മയിലിന്റെ സ്വഭാവം പിടികിട്ടി. കൊക്ക് പറഞ്ഞു, എനിക്കെന്റെ തൂവലുകളും ചിറകുകളും കൊണ്ട് ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും പറക്കാം. പക്ഷേ നിങ്ങൾക്കതിന് കഴിയില്ല. സ്വന്തം ചിറകുകൾ കൊണ്ട് ഇഷ്ടം പോലെ പറക്കാൻ കഴിയില്ലെങ്കിൽ അതിന് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഉപയോഗശൂന്യമാണ്. കൊക്കിന്റെ മറുപടി കേട്ട് മയിൽ ലജ്ജിച്ചുപോയി. അതിനുശേഷം മയിൽ ആരോടും അഹങ്കാരം കാണിച്ചില്ല. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായി? അഹങ്കാരം. കൂട്ടുകാരി, മനോഹരമായ കഥ നിങ്ങളും ആസ്വദിച്ചല്ലോ. ഇനി ഒരു ലളിതഗാനം കേട്ടാലോ? അവതരിപ്പിക്കുന്നത് പ്രിയ കൂട്ടുകാരി സൂര്യ. ഏലേലം കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിൻ്റെ പങ്കായം. തോണിപ്പടിയെല്ലാം മാണിക്യം, തോണിക്ക് മുത്തിൻ്റെ പങ്കായം. അണിയത്തിരുന്ന് തുഴയണത് അണിയമ്പൂ പോലൊരു പെണ്ണാണ്. അണിയത്തിരുന്ന് തുഴയണതോ അണിയമ്പൂ പോലൊരു പെണ്ണാണ്. ഏലേലം കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. കടലേഴും വാഴണ റാണിയാണ്, കര കാണാൻ മോഹിച്ചു വന്നതാണ്. കര കണ്ടു പിരിയുന്ന തിരകൾ കണ്ടു, കരയുന്ന കടൽ കണ്ടു കരളുനൊന്തു. ഏലേലം കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. വളരെ മനോഹരമായ ലളിതഗാനം ആസ്വദിച്ചല്ലോ. ഏപ്രിൽ 22 ഭൗമദിനമാണല്ലോ. ഭൗമദിനത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രിയ കൂട്ടുകാരി മനീക്ഷ പറയുന്നത് കേട്ടാലോ? ഏപ്രിൽ 22 ലോക ഭൗമദിനം ആയി ആചരിക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണമാണ് ഭൗമദിന ആചരണ ലക്ഷ്യം. ജനങ്ങളിൽ പരിസ്ഥിതിയെ കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ 1970 ഏപ്രിൽ 22 അമേരിക്കൻ ഐക്യനാടുകളാണ് ആദ്യത്തെ ഭൗമദിനം ആചരിച്ചത്. മനുഷ്യന്റെ ഇടപെടലിനു ആശ്രയിച്ചിരിക്കുന്നു ഭൂമിയുടെ നിലനിൽപ്പ്. മനുഷ്യന്
അതിനെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ഭൂമിയിലെ ചൂട് 4 ഡിഗ്രിയെങ്കിലും കൂടുമെന്നാണ് UN സംഘത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ധനങ്ങളായ പെട്രോളും മറ്റും കത്തുമ്പോൾ പുറത്തുവിടുന്ന കാർബൺ അന്തരീക്ഷത്തിൽ നിറയുന്നതാണ് ക്രമാതീതമായി വർദ്ധിക്കുന്ന ചൂടിന് പിന്നിലുള്ള അടിസ്ഥാന കാരണം. ആഗിരണം ചെയ്യുവാൻ ആവശ്യമായ വനങ്ങളും മറ്റു സസ്യാവരണങ്ങളും കുറഞ്ഞതോടെ ഈ കാർബൺ അന്തരീക്ഷത്തിൽ തന്നെ അവശേഷിക്കുന്നു. പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഈ പ്രതിസന്ധിക്കുള്ള ഏക പരിഹാരം. തിരുത്തലിനും നിയന്ത്രണത്തിനുമായി ആഗോള വ്യാപകമായി പ്രതീക്ഷ. നാളത്തെ തലമുറയുടെ ഇങ്ങനെയുള്ള ദുർവിധി തിരുത്തുക എന്നതാണ് ഭൗമദിന ആചരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൗമദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇനിയൊരു ഗണിത പാട്ട് കേട്ടാലോ? അവതരിപ്പിക്കുന്നു പ്രിയ കൂട്ടുകാരി ദക്ഷ. ചെരുവിലെ പൂമരക്കൊമ്പിൽ കുഞ്ഞിക്കിളികളിരിക്കുന്നു. ചെരുവിലെ പൂമരക്കൊമ്പിൽ കുഞ്ഞിക്കിളികളിരിക്കുന്നു. ഒന്നാം ചില്ലേ 2 കിളികൾ മുട്ടിയൊരുമിയിരിക്കുന്നു. ചെരുവിലെ പൂമരക്കൊമ്പിൽ കുഞ്ഞിക്കിളികളിരിക്കുന്നു. രണ്ടാം ചില്ലയിൽ 2ന്റെ കൂട്ടം ലല്ലലമ്പാടി രസിക്കുന്നു. 2ന്റെ കൂട്ടം 2ആണേ, കുഞ്ഞിക്കിളികളോ 4ആണേ. ചെരുവിലെ പൂമരക്കൊമ്പിൽ കുഞ്ഞിക്കിളികളിരിക്കുന്നു. മൂന്നാം ചില്ലയിൽ കൂട്ടങ്ങൾ 3 ആനന്ദത്തോടെ കഴിയുന്നു. 2ന്റെ കൂട്ടം 3ആണേ, കുഞ്ഞിക്കിളികളോ 6ആണേ. ചെരുവിലെ പൂമരക്കൊമ്പിൽ കുഞ്ഞിക്കിളികളിരിക്കുന്നു. 4ആം ചില്ലയിൽ കൂട്ടങ്ങൾ 4 ചിറക് വിരിച്ചു കളിക്കുന്നു. 2ന്റെ കൂട്ടങ്ങൾ 4ആണേ, കുഞ്ഞിക്കിളികളോ 8ആണേ. ചെരുവിലെ പൂമരക്കൊമ്പിൽ കുഞ്ഞിക്കിളികളിരിക്കുന്നു. 5ആം ചില്ലയിൽ കൂട്ടങ്ങൾ 5 പൂക്കളെ നോക്കിയിരിക്കുന്നു. 2ന്റെ കൂട്ടങ്ങൾ 5ആണേ, കുഞ്ഞിക്കിളികളോ 10ആണേ. കൂട്ടുകാരെ, ഗണിതം ആസ്വദിച്ച് പഠിക്കുന്നത് ഏറെ ഗുണകരമാണ് കേട്ടോ. ഇനി എഴുത്തുപെട്ടിക്കുള്ള സമയമാണ്. ഇന്നത്തെ എഴുത്തുപെട്ടിയിലെ കത്ത് ആരുടേതാണെന്ന് നോക്കിയാലോ? പ്രിയപ്പെട്ട കിളിക്കാൻപെട്ടിക്ക്, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്യയാണ്. ഞാൻ കിളിക്കാൻപെട്ടിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഇതിലെ എല്ലാ പ്രോഗ്രാമുകളും വളരെ മികച്ചതാണ്. ഏപ്രിൽ 12-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കിളിക്കാൻപെട്ടിയിലെ 4 പാട്ട് വളരെ ആസ്വാദ്യകരമായിരുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്ന് അനനിക. പ്രിയ കൂട്ടുകാരി, താങ്കളുടെ അഭിപ്രായം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും കിളിക്കാൻപെട്ടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂട്ടുകാരി, ഇനിയും ഞങ്ങളുടെ എഴുത്തുപെട്ടിയിലേക്ക് കത്തെഴുതണം കേട്ടോ. കത്തുകൾ അയക്കേണ്ട വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് കിളിക്കാൻപെട്ടി, ഗവൺമെന്റ് LPS വെള്ളനാട് എന്ന വിലാസത്തിൽ അതാത് ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നൽകേണ്ടതാണ്. വിലാസം ഒരിക്കൽ കൂടി: എഴുത്തുപെട്ടി, കെയർ ഓഫ് കിളിക്കാൻപെട്ടി, ഗവൺമെന്റ് LPS വെള്ളനാട്. സ്വഭാവഗുണം ആർജിക്കാനുള്ള പല വഴികളിൽ ഒന്ന് ശരിയായ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്നാൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിലുപരിയാണത്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് നിർലോഭ അറിവ് നേടാൻ നിരവധി മാർഗങ്ങളുമുണ്ട്. നല്ല ഗ്രന്ഥങ്ങൾ വായിച്ചു പരിശീലിക്കേണ്ടത് ജ്ഞാനസമ്പാദനത്തിന് അനിവാര്യമാണെന്ന് ഓർമ്മിക്കട്ടെ. ഈ അവധിക്കാലവും വായനയ്ക്ക് പ്രാധാന്യം നൽകുന്നതാകട്ടെ. ഇന്നത്തെ കിളിക്കാൻപെട്ടി പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കാൻ സമയമായി കേട്ടോ. വ്യത്യസ്തയാർന്ന പ്രോഗ്രാമുകളുമായി അടുത്തയാഴ്ച വീണ്ടും വരാം. അതുവരെ ഞാൻ RJ സാബറ ഫാത്തിമ. നന്ദി, നമസ്കാരം. കിളിക്കാൻപെട്ടി കുട്ടികളുടെ റേഡിയോ പരിപാടി.
വെള്ളനാടിൻ കിലുക്കാമ്പെട്ടി, കുട്ടികളുടെ കിലുക്കാമ്പെട്ടി, ഞങ്ങളുടെ കിലുക്കാമ്പെട്ടി, റേഡിയോ കിലുക്കാമ്പെട്ടി.